mpvlogzന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ് നമുക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പം നല്ലൊരു നൈസ് ഒരു കവറാണിത്. ഓക്കെ, അപ്പം നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. വലിയൊരു കത്രിയാണ് ഇത്, തുണിയൊക്കെ വെട്ടുന്ന കത്രിക കേട്ടോ, ചെറിയ കത്രിക കിട്ടിയില്ല. ഓക്കെ, പിന്നെ ബ്ലേഡാണുള്ളത്, ഇതിനൊരു ഇതുണ്ടാവില്ലല്ലോ കാണാൻ. ഓക്കെ, അപ്പം ഈ ഒരു ചെറിയ കവറ്, ഈ ഒരു പാക്കിംഗ് ആണ് കേട്ടോ വരുന്നത്. ബില്ല് കണ്ടില്ലേ, 1699. ഇത് സംഭവം ഞാൻ നോക്കുന്ന സമയത്ത് ഇത് ഫസ്റ്റ് ഞാൻ നമ്മളെ ഇത് സോണീൻ്റെ വെബ്സൈറ്റിലൊക്കെ ഉണ്ട്. അവരെ ഡയറക്റ്റ് പോയി വാങ്ങുകയെന്ന് വെച്ചാൽ 2000 സംതിങ് കേട്ടോ, 2200 2020 അങ്ങനെ എന്താണ് വരുന്നത്. ഇതാണ് സംഭവം കേട്ടോ. നല്ല അടിപൊളി നൈസായിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. സോണീൻ്റെ നമ്മൾ ലാവലിയർ മൈക്കാണ് കേട്ടോ, ഇവിടെ കോളർ മൈക്ക് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വ്ളോഗ് ചെയ്യാൻ മസ്റ്റായിട്ടും വേണ്ട ഒരു സംഭവമാണ് ഇത്. ആദ്യം തന്നെ ഒരു കവറിൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബുക്ക്ലെറ്റാണ്, കാറ്റലോഗും ബുക്ക്ലെറ്റും വാറണ്ടി കാർഡും ഒക്കെ ആയിരിക്കും ഇത്. ഓക്കെ, ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഇത് പിന്നെ അധികം നോക്കാറൊന്നുമില്ല ഇത്. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. ഇത്രയും കാര്യങ്ങളുള്ളൂ കേട്ടോ ഇതിലുള്ളൂ. ഓക്കെ, ഒന്നുമില്ല, വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. CM-LV1 എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. സ്റ്റീരിയോ ആണിത്. ഇത് രണ്ട് സൈഡിലും മൈക്കുള്ള സംഭവമാണിത്. അപ്പം ബോയൻ്റേത് ഞാൻ സിംഗിളായിട്ടാണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ കണ്ടില്ലേ 2090 എന്നാണ് MRP വരുന്നത്. ഇത്രയും സിമ്പിളാണ് സംഭവം. ഈ ബോയൻ്റെ മൈക്കിൻ്റെ ഇതെന്ന് വെച്ചാൽ കുറേ മീറ്ററുകളോളം ഉണ്ടാവും വയറ്, ഒരു 5 മീറ്ററോളം വയറുണ്ട്. അത് മടക്കി വെച്ചിട്ടൊക്കെ വേണം, കീശയിലൊക്കെ പോക്കറ്റിലൊക്കെ ആക്കിയിട്ട് വേണം. അതുപോലെ തന്നെ മൈക്ക് ഇപ്പം ഈ എന്താ പറയുക, നമ്മൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ആ മടക്കി ചുറ്റി വെക്കേണ്ടിയിരുന്നു വയർ. പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ദൂരത്തൊക്കെ വ്ളോഗ് ചെയ്യുന്ന സമയത്ത്, കുറച്ച് ലെങ്ത് ഒക്കെ വ്ളോഗ് ചെയ്യുന്ന സമയത്തൊക്കെ അത് അടിപൊളി സംഭവം കേട്ടോ. അപ്പം ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആകെ ഒരു മീറ്ററേ ഉള്ളൂ. എന്താ സിമ്പിൾ കണ്ടില്ലേ, ആകെ ഒരു മീറ്റർ വയറാണുള്ളത്. കണ്ടില്ലേ, പറയാം ബോയൻ്റെ എന്ന് വെച്ചാൽ ഒരു ചെറിയ എത്രപ്പൊന്ന്, ഒരു റൗണ്ടിലുള്ള എത്രപ്പൊന്ന് ഒരു സാധനം ബാറ്ററി ഇടേണ്ട സംഭവമൊക്കെ വരും. അതിനുണ്ട് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് കിട്ടും. 3.5 ഇതിലാണ് വരുന്നത്. ഓക്കെ, ആണ് വരുന്നത് മൈക്ക് കിട്ടും. അതാ ഇതും മൈക്കാണ്, ഇതും മൈക്കാണ്, രണ്ട് സ്ഥലത്ത് മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് ക്ലിപ്പ്, ഇപ്പം നമ്മൾ കോളറിലൊക്കെ ഇവിടെ കണക്ട് ചെയ്തതാ ഈ ക്ലിപ്പ് ഉണ്ടോ, അത്യാവശ്യം നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സ്ഥലത്താണ് മൈക്ക് വരുന്നത്. ഉണ്ടോ, സ്റ്റീരിയോ, സോണി സ്റ്റീരിയോ, ലെഫ്റ്റ് റൈറ്റ് ഒന്ന് കുത്തിയാൽ തന്നെ ഇപ്പോൾ കുറച്ചൊരു 2-3 ചുരുക്ക് മടക്കിയാൽ മതി. ഇതാ ഇത്രത്തോളം ഒന്ന് വേണമെങ്കിൽ നമ്മളൊന്ന് ഇത് ഒന്ന് മടക്കി വെച്ചാൽ മതി, ബാക്കി ഇത്ര മതി നമ്മൾ ഹെൽമെറ്റിൻ്റെ ഇതിലൊക്കെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതപ്പം ഇങ്ങനെയാണ് കേട്ടോ. അധിക വ്ളോഗർമാർ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മൈക്ക്. ഓക്കെ, അതപ്പം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ നോക്കാം. ഇതിപ്പം നിങ്ങൾ കേൾക്കുന്നപ്പം ബോയലാണ് കേട്ടോ, ബോയ ലാവലിയർ മൈക്കിലാണ് നിങ്ങളിപ്പം ഞാനിപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ മാറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് സോണിയിലെ അതിൻ്റെ ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഹായ് ഗൈസ്, ഞാനിപ്പം ഈ കോളറിൽ കുത്തിയിട്ടാണ് കേട്ടോ. ഇതുവരെ നമ്മൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ബോയ മൈക്കായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇതിപ്പം സോണീൻ്റെ മൈക്കാണ് കേട്ടോ. ഇതിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഓക്കെ, ഇതാണല്ലേ, ഇതാണ് ബോയൻ്റെ മൈക്ക് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഇതിലാണ്. എങ്ങനെ ക്ലാരിറ്റി ഉണ്ടാവും മറ്റേ ബോയനെ കാട്ടും. ഇത് സ്റ്റീരിയോ ആണ് കേട്ടോ, ഇത് മോണോ ആണ്. ഇത് സിംഗിളായിട്ടുള്ള മൈക്കാണ് വരുന്നത്. ഇത് ഈ രണ്ട് സൈഡിലും മൈക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ഞാൻ കോളറിൽ കുത്താൻ പോവുകയാണ്. അപ്പം ഞാൻ കോളറിൽ കുത്തിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതപ്പം ഇതാണ് മച്ചാന്മാരെ നമ്മളെ ബോയേൻ്റെ. എന്താ ഇത്രയും എത്ര വെയിറ്റ് ഉണ്ടെന്നറിയോ ഈ വയറിന്? എന്താ ഇത്രത്തോളം വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിന് തന്നെ ഒരു വെയിറ്റ് ഉണ്ട് ഈ സാധനം. ഇത് മെറ്റലിൻ്റെതാണ്. ഇപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര പാടായിരുന്നു. കാരണം ഒന്നാമത് നല്ല വെയിറ്റ് ഉണ്ട്. ഇതുവരെ അടിപൊളിയായിട്ട് സംഭവം പോയിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ മറ്റേ കിട്ടിയിട്ട് തള്ളി പറയല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വയർ ഇത്രയും മടക്കി വെക്കേണ്ടിയിരുന്നു നമുക്ക്. എന്നിട്ട് 1 മീറ്റർ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ കീശയിൽ പോക്കറ്റിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാറ് കേട്ടോ. ഇത് 2.5 ആണ്. അപ്പോൾ 3.5 ആക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സോക്കറ്റ് വേണ്ടിയിരുന്നു. ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് മേടിക്കേണ്ടി വന്നിരുന്നു. ഇത് കുറേ തപ്പിയിട്ടാണ് കേട്ടോ എനിക്കിത് കിട്ടിയത്. പക്ഷേ നമ്മളെ ഈ സോണീൻ്റെ ഈ മൈക്കിന് ഇത് ആവശ്യമില്ല കേട്ടോ. നേരെ 3.5 ഡയറക്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കൊടുത്തതാണ്. ഏത് സോണീൻ്റെ ഇത് നമ്മൾ നേരിട്ട് മൈക്കിലേക്ക് കൊടുത്താൽ കേട്ടോ. നമ്മുടെ ക്യാമറയിലേക്ക് ഡയറക്റ്റ് കൊടുത്താണ്. ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് വേണ്ടിയിരുന്നു
ഇത് രണ്ടും കണക്ട് ഇത്രയും നീളം വരുമായിരുന്നു. ഹെൽമെറ്റിൻ്റെ മുകളിൽ വെച്ചാൽ തന്നെ ഇത്രയും നീളം വരുമായിരുന്നു. ഓക്കെ, ഇതതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് ചെറിയൊരു ഇപ്പം ഇത്ര പോകുന്നൊരു സംഭവം വരുന്നുള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്കിപ്പം സോണീൻ്റെ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് നല്ലൊരു സംഭവമാണ് കേട്ടോ. കാരണം വെച്ചാൽ നല്ലൊരു ഉപകാരമാണ്, നൈസ് പരിപാടിയാണ് സംഭവം അത്. വെച്ചാൽ ഇത്രയും നീളം വരുന്ന സമയത്ത് ഇത്രത്തോളം നീളം വരുന്ന സമയത്ത് നമുക്ക് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ തട്ടിപ്പോയിട്ട് ഇതൊക്കെ വളഞ്ഞു പോയിട്ടുണ്ട്. കണ്ടോ, ഉണ്ടല്ലേ, ഇതൊക്കെ വളഞ്ഞു പോയിട്ടുണ്ട്. അന്നപ്പം അതൊരു പോരായ്മയായിരുന്നു. കാരണം ഇത്രയും ലെങ്ത് ഉണ്ടാവില്ല ഹെൽമെറ്റിൻ്റെ മുകളിൽ. തട്ടിയാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ഇത് വളഞ്ഞത് കേട്ടോ. അങ്ങനെ കുറേ ക്ലാരിറ്റി അങ്ങനെ സൗണ്ട് പോയിട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ തട്ടിപ്പോയിട്ട്. അപ്പം ഇതാണ് സംഭവം. ഇത് അത്യാവശ്യം നല്ല വെയിറ്റുമാണ്. പിന്നെ ചെറിയൊരു കരകരയെന്നുള്ള ശബ്ദവും അത് ബോയ മൈക്കിൽ ഉണ്ടായ സംഭവം കേട്ടോ. എന്നോട് 2-3 ആൾക്കാരത് പറഞ്ഞിട്ടുണ്ട്, ബോയ മൈക്കിന് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ അത് വന്നതിനെ കൊണ്ടാണ് കേട്ടോ. നമുക്ക് അങ്ങനെ വ്ളോഗ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അതപ്പം ഇതാണ് നമ്മളെ ബോയ മൈക്ക്. ഓക്കെ, അതുമ്പോൾ നേരത്തെ നിങ്ങൾ കേട്ടപ്പം എങ്ങനെയുണ്ട് സൗണ്ടിൽ സ്റ്റീരിയോ മോണോ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അതപ്പം ഇതാണ് ബോയൻ്റെ മൈക്ക്. ഓക്കെ, ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു, ഇത്രയും വയറ് നമുക്ക് വേസ്റ്റ് ചെയ്യാനും വെറുതെ. അതാ കേബിൾ ലെങ്ത്ത് 1 മീറ്ററാണ്, കണ്ടില്ലേ, 1 മീറ്ററാണ് കേബിൾ ലെങ്ത്ത് വരുന്നത്. ഈ സൗണ്ട് എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. ബോയൻ്റെയും ഇതിനെയും സൗണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് മൈക്ക് വരുന്നത്, ഇത്രയും ചെറിയ മൈക്കാണ് വരുന്നത്. മറ്റേത് രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിൽ ഇതേ മൈക്ക് ഉണ്ടാവും. ഓക്കെ, അതപ്പോൾ ഇതാണ് സെറ്റ് കേട്ടോ. അതപ്പോൾ നമുക്കൊന്ന് ഹെൽമെറ്റിന് മൗണ്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, ഇത് നൈസായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. വലിയ വെയിറ്റും ഇല്ല, സിമ്പിളാണ്. അപ്പോൾ 3.5 ഒന്ന് 2.5ലേക്ക് 2.5 3.5ലേക്ക് മാറ്റുന്ന സംഭവമാണ് കേട്ടോ. ഇതും ഞാൻ കുറേ തപ്പിയിട്ടാണ് ഈ സാധനം കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ആവശ്യമില്ല ഇനി. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അത് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്കൊന്ന് പുറത്തേക്കൊന്ന് പോയിട്ട് ഒന്ന് സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഹെൽമെറ്റിനുള്ളിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാം. ഹായ് ഗൈസ്, ഹെൽമെറ്റിനുള്ളിൽ ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. എന്നപ്പം അതിൽ സംസാരിച്ചിട്ട് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഓക്കെ, നോയ്സ് റിഡക്ഷനൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. കാരണം വെച്ചാൽ അതിൻ്റെ മുകളിലുള്ള സ്പോഞ്ച് പോലുള്ള സാധനമില്ലേ, അതൊക്കെ ഞാനത് വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് എങ്ങനെ സൗണ്ട് ഇതിലേക്ക് വരുന്നുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. ഇതെങ്ങനെയുണ്ട് ഗൈസ്, ഇത് സൗണ്ട് എങ്ങനെയുണ്ട്? ബോയൻ്റെ ഞാൻ ബാക്കിയുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇത് കാണില്ല, അത്യാവശ്യം നല്ല കയറ്റമാണ്. ഇതും എങ്ങനെ വ്യത്യാസമില്ലേ? കാഴ്ചത്ത് 2 സൈഡിലും 2 മൈക്ക് വരുന്നുണ്ട്. മറ്റേ സിംഗിളായിട്ടുള്ളൊരു മൈക്കല്ലേ വരുന്നുള്ളൂ, മോണോ ആണ്. ഇത് സ്റ്റീരിയോ ആണ്. ഓക്കെ, അതപ്പം നമ്മുടെ വോയിസിൻ്റെ ഔട്ട് വരുന്ന സമയത്ത് എന്തായാലും നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അതപ്പം ഇതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇത് ഞാൻ താത്തിയിട്ടാണ് കേട്ടോ. ഞാനതൊന്ന് പൊന്തിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ താത്തിയിട്ടാണ്. നമ്മൾ കാറ്റിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, എയർ വരുന്നില്ല. അപ്പോൾ എയർ വരുന്ന രീതിയിൽ എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തു കേട്ടോ. ഓക്കെ, അതിപ്പം ഇത് ഇപ്പോൾ ഞാനത് കാറ്റ് നല്ലോണം ഉള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് സംസാരിക്കുന്നത്. അതിപ്പോൾ ഏതാണ് ക്ലാരിറ്റി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ചിലപ്പോൾ നമുക്കിങ്ങനെ പൊന്തിച്ചിട്ട് പോകേണ്ട അവസ്ഥ വരും. ചിലപ്പം ഇത് അടച്ചിട്ടുള്ള പോണ്ടി വരും. അതിപ്പോൾ ഈ രണ്ടിലും ഏതാണ് ക്ലാരിറ്റി എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാട്ടോ, ഒന്ന് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പം ഞാൻ അടച്ചിട്ട് കേട്ടോ. ഏതാണ് ക്ലാരിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എയർ നല്ലോണം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ എയർ നല്ല ഉള്ളിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ഓക്കെ, ഇതെങ്ങനെയുണ്ട്, സംസാരം ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? ഇതിപ്പോൾ ഞാൻ അടച്ചതാണ്. അടച്ചപ്പോഴുള്ള സൗണ്ട് എങ്ങനെയുണ്ട്, ഏതാണ് കൂടുതലുള്ള ഒരു ഇതൊന്നും നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എയർ കിടക്കുന്ന നേരം നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയി തോന്നില്ലേ, ഭയങ്കര നോയ്സ് കൂടുതലായി വരില്ലേ. ഇതിപ്പോൾ നോയ്സ് കുറവാണെന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ ഞാൻ വ്ളോഗ് ഇട്ടത് ഇങ്ങനെയാണ്, ഇത് അടച്ചിട്ടിട്ടാണ്. ഓക്കെ, ഇപ്പം എങ്ങനെയുണ്ട് മച്ചന്മാരെ നമ്മളെ സോണീൻ്റെ, അതായത് ബോയൻ്റെയും സോണീൻ്റെയും ഇത് തമ്മിലുള്ള വ്യത്യാസം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഉപയോഗിക്കുന്നവരും ഇത് ഉപയോഗിച്ചിട്ട് കംപ്ലയിൻറ്റ് വന്ന ടീമുകളും ഉണ്ടാവും. അതപ്പോൾ അവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഹെൽമെറ്റിനുള്ളിൽ ഇത് മൈക്ക് ഇങ്ങനെ വെക്കാൻ നോക്കി. അതിൻ്റെ ക്ലിപ്പ് മെറ്റലല്ല, ഫൈബറാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ലൊരു പ്ലാസ്റ്റിക്കാണ്. ഇത് എന്താ പറയുക, അത് പ്ലഗ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്.
കാരണം പക്ക ഒരു പവറായിട്ട് നിൽക്കുന്നില്ല. ഇതാണ് മെറ്റലിൻ്റെയാണ്, ഇപ്പോൾ ബോയിൻ്റെയാണ് ഏറ്റവും കൂടുതൽ സ്മൂത്തായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. കണക്ട് ചെയ്യാം കേട്ടോ, വേറൊരു കണക്ടറിൻ്റെ ആവശ്യം വരുന്നില്ല. അതായത് 3.5 ഒന്ന് 2.5 ഒന്ന് 3.5 മാറ്റുന്ന ആ സംഭവങ്ങളൊന്നും വേണ്ട, ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇത് ഡയറക്റ്റ് തന്നെ നമുക്ക് ഞാൻ ഗോപ്രോയിലേക്ക് കൊടുത്തപ്പം അത് കറക്റ്റായിട്ട് ഇത് വോയിസ് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ, ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ലൈക്ക് പറഞ്ഞാലേ ലൈക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.